അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മെ കേൾപ്പിച്ച ഹദീസിൽ റമളാനിന്റെ വില അതാഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ്. അതിൽ നമുക്കിങ്ങനെ കാണാം, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു വന്ന രണ്ടുപേർ, അവർ ആ കൂട്ടത്തിൽ ഒരാൾ അവർ കൂട്ടുകാരായിരുന്നു, യുദ്ധത്തിൽ ഷഹീദായി. രണ്ടാമത്തെ വ്യക്തി പിറ്റേ വർഷം സ്വാഭാവിക മരണം മരിച്ചു. മഹാനായ സ്വഹാബി തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇവർ രണ്ടുപേരെയും സ്വപ്നത്തിൽ സ്വർഗത്തിൽ കാണുകയുണ്ടായി. ആദ്യം മരണപ്പെട്ട ഷഹീദായി മരണപ്പെട്ട വ്യക്തിയേക്കാൾ ഒരു വർഷം കഴിഞ്ഞ് സ്വാഭാവിക മരണം വരിച്ച വ്യക്തി സ്വർഗത്തിൽ പദവി അലങ്കരിക്കുന്നതായി, ഉന്നത സ്ഥാനത്തെത്തിയതായി അദ്ദേഹം കണ്ടു. അത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അലൈസ ഖദ് സാമ ബഅദഹു റമദാൻ, ആ ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കൂടുതൽ റമദാനിൽ നോമ്പെടുത്ത് അദ്ദേഹം ജീവിച്ചല്ലോ. റമദാനാണ്, ആ ഒരു വർഷക്കാലത്തെ റമദാനാണ് ഷഹീദായ വ്യക്തിയേക്കാൾ സ്വർഗത്തിൽ ഇദ്ദേഹത്തിന് പദവി വർദ്ധിപ്പിച്ചു നൽകിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ചില റിവായത്തുകളിൽ കാണാം, ഇന്നല്ലദീ ബൈനഹുമാ ലഅബ്അദ് മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ഈ രണ്ടു വ്യക്തികളുടെ പദവികൾക്കിടയിൽ, സ്ഥാനങ്ങൾക്കിടയിലുള്ള അകലം ആകാശഭൂമികൾക്കിടയിലുള്ള അകലത്തിന് സമാനമാണ്, അല്ലെങ്കിൽ അതിനേക്കാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. എന്താ കാര്യം? ഒരൊറ്റ വർഷത്തെ റമദാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ റമദാനും നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകേണ്ടതുണ്ട്. അതിനുവേണ്ടി കാര്യമായി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്.